ഒരു 10% ആളുകളുടെ കുടവയർ എന്ന് പറയുന്നത് അത് ഈ സൈഡിലേക്കൊക്കെ തള്ളി ഇറങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്, ഫ്രണ്ടിലേക്ക് മാത്രമല്ല. അപ്പൊ ഈ സാധനത്തിന് നമ്മൾ അതിന്റെ കൊഴുപ്പിന്റെ കൂടുതൽ ഉണ്ടാണെന്ന് പറയാം. പക്ഷെ അല്ലാതെ ഈ നമ്മുടെ ചുറ്റിലും കാണുന്ന 90% ആളുകളുടെ ഈ മുന്നിലേക്ക് മാത്രം ഇങ്ങനെ തള്ളി ഇറങ്ങി നിൽക്കുന്ന ഒരു വയറിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ സംഭവം നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാകുന്ന കുടവയറല്ല. അപ്പൊ അത് തിരിച്ചറിയാതെയാണ് ആളുകൾ ഈ കൊഴുപ്പൊന്ന് കുറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ നടക്കാനും ഓടാനും എക്സർസൈസ് ചെയ്യാനും ജിമ്മിലും ഒക്കെ പോകുന്നത്. ഈ ജിമ്മിലൊക്കെ പോയി ഇവർ ഈ കുറെ വർക്കൗട്ടൊക്കെ ചെയ്ത് ആശാന്മാരുടെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ശരീരവും കൈയും കാലും ഒക്കെ ക്ഷീണിക്കും നടക്കാൻ പോകുമ്പോഴും ഓടാൻ പോകുമ്പോഴൊക്കെ. പക്ഷെ വയറ് മാത്രം ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ സാധാരണ മിക്കവാറും ആളുകളിൽ ഉണ്ടാവാറുണ്ട്. കുറെ ഓടിയും നടന്നും ജിമ്മിൽ പോയൊക്കെ ഒരു രക്ഷയും ഇല്ലാതെ വയറ് മാറുന്നില്ല, ഈ ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഇവർ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ ജിമ്മിലെ വർക്കൗട്ട് നിർത്തും. നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന 90% ആളുകളും കുടവയറ് എന്ന് പറയുന്നത് ഗ്യാസ് കെട്ടി നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡയറ്റിന്റെ ഒരു റീസൺ കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു കുടവയറാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഓടിയിട്ടും ചാടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എത്രയൊക്കെ ഓടിയാലും ചാടിയാലും നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം കൂടുതൽ തോന്നുന്നതല്ലാതെ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകുന്നില്ല.